ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോയാണേ. പൊതിച്ചോറ് പൊതിയാനൊന്നും എനിക്ക് അത്ര വശം പോരാ, എന്നാലും എനിക്കറിയാവുന്ന പോലെയൊക്കെ പൊതിഞ്ഞു. എന്തിനാണെന്നോ, ഇത് അവൻ്റെ കൂട്ടുകാർ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാനായിട്ട് അവർ പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നീയും പറ്റുവാണെങ്കിൽ ഒരു പൊതിച്ചോറ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയായി. എന്നോട് അവൻ ചോദിച്ചു, അമ്മയ്ക്കൊരു പൊതിച്ചോറ് ആക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പിന്നെന്താ, ഒരാളുടെ ആഹാരത്തിൻ്റെ കാര്യമല്ലേ, ഞാൻ പൊതിച്ചോറാക്കിത്തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഹോസ്റ്റലിലോ കോളേജിലോ ആർക്കെല്ലോ ആയിരിക്കുമെന്ന്. പക്ഷെ പിന്നീട് അവൻ പറയുന്നത് അല്ല, ഇങ്ങനെ അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാനാണെന്ന്. അപ്പം ഞാൻ ഒന്നുകൂടെ സന്തോഷിച്ചു. ഒരാൾക്കെങ്കിലും നമുക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കാൻ പറ്റിയ അത്രയും നല്ല ഒരു കാര്യം വേറെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെളുപ്പിനെ എണീറ്റു. കാര്യം 8 മണിക്ക് ഇവന് പോകണം. അപ്പോഴത്തേക്ക് എല്ലാം ആവണ്ടേ. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ, വെജിറ്റേറിയൻ ആണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് മതി എന്ന് പറഞ്ഞു. അതറിയാവുന്നതുകൊണ്ടാണല്ലോ അവനെ വിളിച്ചതെന്ന് പറഞ്ഞു അവൻ അന്നേരം. അങ്ങനെ ഞാൻ എല്ലാം തയ്യാറാക്കി. അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാമാണെന്ന്. ഉണ്ട് ചോറ്, ഇത് ഇഞ്ചി ചമ്മന്തി, സാധാരണ നമ്മുടെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പുളിയും മുളകും ഒക്കെ കൂടെ അരച്ചത്, പിന്നെ ഓമയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഇതൊരു സ്പെഷ്യൽ കറി. കാര്യം എന്തെങ്കിലും മസാലയുടെ വേണമല്ലോ, അത് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടൊരു കറി. ഇത് പാവയ്ക്ക കിച്ചടി, പിന്നെ പാവയ്ക്ക വറുത്തത്, പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോന്നായിട്ട് ആക്കാൻ തുടങ്ങി. നല്ല വാഴയില വാട്ടി ഒരു ശകലം വെളിച്ചെണ്ണ അതിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇനി ചോറ് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വേറൊരാൾക്ക് വേണ്ടി പൊതിച്ചോറൊക്കെ പൊതിയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അളവ് മതിയോ തികയുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയോടാണ് ഞാൻ ആക്കിയത്. എന്നാലും ഞാൻ തികയണേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചോറാക്കി. കണ്ടേ, ചോറ് വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാ കറിയും കൂടെ അതിനകത്തിട്ട് ആക്കണ്ടല്ലോ. കാര്യം ഇത് ഞാൻ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് പൊതിഞ്ഞതാണ്. ഇത് ഉച്ചയ്ക്ക് എന്തായാലും ഒരു 12:30 ആവുമല്ലോ കഴിക്കാൻ. അപ്പോഴത്തേക്കെല്ലാം കേടായി പോകണ്ടെന്ന് വെച്ച് ഞാൻ ഓരോന്നായിട്ട് ചെറിയ ഇല വാട്ടിയെടുത്ത് അതിനകത്ത് പൊതിഞ്ഞാണ് വെച്ചത്. എല്ലാം കൂടെ ചോറിനകത്ത് ആവണ്ടെന്ന് വിചാരിച്ച്. തന്നെയല്ല, പാവയ്ക്കയല്ലേ, ചിലർക്ക് പാവയ്ക്കയുടെ കയ്പത്ര ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അത് ചോറിനകത്ത് പുരണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ഞാൻ ഇലയ്ക്കകത്ത് പ്രത്യേകം പൊതിഞ്ഞു വെച്ചു. അപ്പോൾ ആദ്യം ചമ്മന്തി പൊതിഞ്ഞു. അത് കഴിഞ്ഞ് ഓമയ്ക്ക മെഴുക്ക് വരട്ടി, ഓമയ്ക്ക ചെറുതായിട്ടരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഒരു ശകലം പിന്നെ മുളക് പൊടിയും കൂടെ ഇട്ടു. അങ്ങനെ ഓമയ്ക്ക മെഴുക്ക് വരട്ടിയാക്കി. പിന്നെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട ഒരു സ്പെഷ്യൽ കറി. അത് കടുക് വറുത്ത്, കോളിഫ്ലവർ ഞാൻ വറുത്തതിരിപ്പുണ്ടായിരുന്നു. കാരണം രാത്രിയല്ലേ ഇന്നലെ അവൻ പറഞ്ഞത്. പിന്നെ പോയി പച്ചക്കറിയൊന്നും അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ലല്ലോ, രാവിലെ പോവുകയും വേണം. അപ്പം ഞാൻ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങും ബീൻസും എല്ലാം കൂടെ, ഉരുളക്കിഴങ്ങും ബീൻസും കൂടെ വഴറ്റി ഒന്ന് വേവിച്ചിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്ത്. ഒരു ശകലം വെള്ളം ഉണ്ടായിരുന്നേ, പക്ഷേ അത് പൊതിയാറായപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഇതേപോലെ ആയി. അപ്പം ഞാൻ ഒഴിച്ച് കറിയായിട്ടൊന്നും അങ്ങനെ വെച്ചില്ല. കാര്യം അത് പിന്നെ കവറിലൊക്കെ ആക്കണം, പിന്നെ അതിനകത്തൊക്കെ ആകുമോയെന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 2-3 ഐറ്റം ഇങ്ങനത്തെ സൈഡ് കറികൾ പോലെയും, പിന്നെ ഇത് ചോറിൽ ഒഴിച്ച് കൂട്ടാൻ കേട്ടോ. അതിങ്ങനെ കാണുന്നെങ്കിൽ അതിൽ വെള്ളമയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പച്ച പാവയ്ക്ക ഉണ്ടല്ലോ, സാധാരണ അല്ല, മറ്റേ പച്ച നിറത്തിലുള്ള പാവയ്ക്ക, അത് വട്ടത്തിലരിഞ്ഞ് കണ്ടോ ഇതേപോലെ വറുത്തെടുത്തു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇതിന് ഒരു ചെറിയ കയ്പുണ്ട്, മറ്റേതിനെക്കാട്ടിൽ ഒരു ശകലം കയ്പ് കൂടുതലാണ് ഈ പച്ചപ്പാവയ്ക്ക്. അപ്പം ഞാൻ അതുകൂടെ വറുത്തെടുത്തു, ശകലം ഉപ്പും ഇട്ട്. ആ വറുത്തെടുത്തത് ഞാൻ ഇതേപോലെ ഇലയ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചു. അല്ലെങ്കിൽ ആ ചോറിനകത്തോട്ട് അതിൻ്റെ കയ്പിറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ചോറിൻ്റെ സൈഡിലെല്ലാം ഓരോന്നായിട്ട് ഇനി പൊതിഞ്ഞ് വെക്കാം നമുക്ക്. അങ്ങനെ ഞാനെല്ലാം പൊതിഞ്ഞ് അതിനകത്ത് വെച്ചു. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മാങ്ങാക്കറി, അത് ഞാൻ കുറച്ച് കൂടുതൽ വെച്ചു. കാര്യം എന്തെങ്കിലും എരിവോ പുളിയോ എന്തെങ്കിലും പോരാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ അച്ചാറ് കൂട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അതൊരു ശകലം കൂടുതൽ വെച്ചു. പിന്നെ ഇത് പാവയ്ക്ക കിച്ചടി, അത് ഞാൻ ഇല ഇങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് ഇങ്ങനെ ആക്കി കവറ് പോലെ ആക്കി. കവറ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഇതേപോലെ ചുരുട്ടി ഒരു ചെറിയ വാഴയില കൊണ്ട് തന്നെ അതൊന്ന് കെട്ടി വയ്ക്കും. അപ്പം കവറ് പോലെ ഇരിക്കുകയും ചെയ്യും. കറി മറ്റേ ചോറിലൊന്നും പറ്റി പോകത്തുമില്ല, ഒഴുകി പോകത്തുമില്ല. അതേപോലെ അപ്പോൾ ഇത് വേണമെങ്കിൽ ഒഴിച്ച് കറിയായിട്ട് കൂട്ടാം കേട്ടോ, ഒരു പുളിശ്ശേരി പോലെ ആക്കി കൂട്ടാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കെട്ടിവെച്ചത്.
അപ്പോൾ അത് ചോറിലൊന്നും പറ്റാതെ വേണമെന്നുള്ളവർക്ക് അത് ഒഴിച്ച് കൂട്ടാമല്ലോ എന്ന് വിചാരിച്ച്. പാവയ്ക്കയാണ് കൂടുതലിരുന്നത് കേട്ടോ, അതുകൊണ്ട് ആ പാവയ്ക്ക തന്നെ കിച്ചടിയും വെച്ച് വറക്കുകയും ചെയ്തത്. അങ്ങനെ എല്ലാ ഐറ്റവും ഇതേപോലെ ആക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഇനിയും എങ്ങനെയാണ് ഇത് പൊതിയുന്നതെന്നൊരു പിടുത്തവും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും അറിയാവുന്ന പോലെയൊക്കെ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് കൊടുത്തു. അപ്പം അങ്ങനെ വളരെ സന്തോഷം തോന്നി ഇങ്ങനെ എനിക്ക് ഒരവസരം കിട്ടിയതിൽ. ഒരാൾക്കെങ്കിലും ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കാൻ പറ്റിയല്ലോ. ഞാനിങ്ങനെ ഓരോന്നിലൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് എവിടെ കൊടുക്കണ്ടേ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം വളരെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ, ദൈവമേ ഇത് കിട്ടുന്ന ആൾ മനസ്സ് നിറഞ്ഞ്, മനസ്സും വയറും നിറയണമല്ലോ സന്തോഷം വരാനായിട്ട്. അങ്ങനെ മനസ്സും വയറും നിറച്ച് കഴിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നല്ല പൊതിയാക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതെ കിട്ടിയ ഒരു അവസരം കണ്ടോ. പൊതിയാനൊന്നും എനിക്ക് അത്ര ഇതില്ല കേട്ടോ, ഞാൻ നല്ല വൃത്തിയായിട്ട് പൊതിയുന്ന ആളൊന്നുമല്ല. പിന്നെ ദണ്ട് ഇതേപോലെയൊക്കെ ഒരു പേപ്പർ കൂടെ ഇട്ടപ്പോൾ അവൻ ഒരു പേപ്പർ വെച്ച് പൊതിഞ്ഞപ്പോൾ അത് ചിലപ്പോൾ നിന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഒരു പേപ്പറും കൂടെ വെച്ച് പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ആക്കി കൊടുത്തു വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. ഇഞ്ചി ചമ്മന്തി, ഓമയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ ഇഞ്ചി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കാം. ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഒരു ചെറിയ കയ്പുണ്ടെങ്കിലും നല്ല പാവയ്ക്ക കിച്ചടിയാണ്, നല്ല കട്ട തൈരായിരുന്നു, വലിയ പുളിയില്ല. അങ്ങനെ അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക കിച്ചടി. എനിക്ക് അടിപൊളിയാണെന്നൊക്കെ തോന്നിയത് കിട്ടുന്നവർക്കും കൂടെ അങ്ങനെയൊക്കെ തോന്നിയാൽ മതിയായിരുന്നു അല്ലേ. ഞാനിങ്ങനെ ഓരോരുത്തർക്കൊക്കെ കൊടുക്കുകയും ഓരോരുത്തർ കൊണ്ടുപോയി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇവരെങ്ങനെയാണ് ഇതറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ടേ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്നലെ അവനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം വിചാരിച്ചത് ചിലപ്പം ഹോസ്റ്റലിൽ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുട്ടികൾ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ആ വിളിക്കുന്ന കുട്ടിക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ച ഉടനെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു വിടാം, തന്നു വിടാം എന്ന് പറഞ്ഞു. അവനങ്ങനെ ചോറ് കൊണ്ടുപോകാറില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ അങ്ങനെ ചോറ് വെക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. പക്ഷേ എന്നാലും ഞാൻ കൊടുത്തു വിടാമെന്ന് പറഞ്ഞ് ഏറ്റു. അത് കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് അമ്മ ഇങ്ങനെ ഒരു ആവശ്യത്തിനായിരുന്നു. എന്നാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നത് ഈ അധികം പച്ചക്കറികളൊന്നും ഇരിപ്പില്ലായിരുന്നു, ഉള്ളത് മാത്രമേ ഉള്ളൂ. ബീൻസ്, പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ്, പാവയ്ക്ക, ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് വെച്ചത്. പിന്നെ ഭാഗ്യത്തിന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഓമയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മെഴുക്ക് വരട്ടിയും വെച്ചു. ഇഷ്ടപ്പെടുമോ എന്തോ എല്ലാവർക്കും. ഏതായാലും കൊള്ളാം. പിന്നെ പൊതിച്ചോറാകുമ്പം ചമ്മന്തി മസ്റ്റാണല്ലോ, അങ്ങനെ അതും ആക്കി. പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വെജിറ്റേറിയൻ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ പിന്നെ അവർ വേറെ നോൺ വെജ് കറി ഏതെങ്കിലും ഈ കവറിനകത്താക്കി കെട്ടി അങ്ങനെ ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ അതേതെങ്കിലും വെച്ച് കൊടുക്കുമോ അല്ലെങ്കിൽ വെജിറ്റേറിയനായിട്ട് തന്നെ കൊടുക്കുമോ ഒക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ അതാണ്ടേ പാവയ്ക്ക വറുത്തത്, ഇത് പച്ചപ്പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് എണ്ണ നല്ലപോലെ ചൂടായപ്പം ഉപ്പും പുരട്ടി അത് അതിനകത്തിട്ട് നല്ലപോലെ വറുത്തെടുത്തു. നല്ല ക്രിസ്പിയാണ്, ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നല്ല ക്രിസ്പിയാണ്. ഇനി ഉച്ചയ്ക്ക് ഉണ്ണാനാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ തണുക്കുമായിരിക്കും, പൊതിഞ്ഞതിനകത്ത് വെക്കുന്നതല്ലേ. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് ഇത് കിട്ടുന്ന ആൾക്ക് സന്തോഷം തോന്നട്ടെ, സന്തോഷത്തോടെ നിറച്ച് കഴിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ കൊടുത്തു വിട്ടു. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു. അപ്പം ഞാനത് നിങ്ങളോടും കൂടെ സന്തോഷത്തോടെ അത് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഇത് കണ്ടോ, കറി ഞാനിങ്ങനെയാണ് ആക്കിയത്. അപ്പോൾ ഈ രീതി നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇല ഇങ്ങനെ ഇറക്കി വെക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ചാറുള്ള പുളിശ്ശേരിയോ സാമ്പാറോ ഏത് വേണേലും ഒഴിക്കാം, പോകത്തില്ല. ഞാനിത് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിങ്ങനെ ആക്കി അതിൻ്റെ എല്ലാ സൈഡും നമ്മൾ കയ്യിലേക്ക് പിടിച്ചിട്ട് ഈ വാട്ടി വെച്ചിരിക്കുന്ന ആ വാഴയിലയുടെ ഒരു ചെറിയ കഷ്ണം കണ്ടോ ഇതേപോലെ കെട്ടിക്കൊടുത്ത് നമുക്ക് ചോറിനകത്ത് വെച്ചാൽ അതേപോലെ ഇരിക്കും കേട്ടോ. ഉച്ച വരെ നമ്മൾ ഉണ്ണാനെടുക്കുന്ന വരെ അങ്ങനെ തന്നെ ഇരിക്കും. ഉണ്ണാനാകുമ്പോൾ നമുക്ക് ആ കെട്ടഴിച്ച് വിട്ടിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഞാൻ മുമ്പിത് കൊണ്ടുപോകാറുണ്ട്. ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോകുമ്പം ഒഴിക്കുന്ന കറികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാറുള്ളത്.